ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി 4 മണി പലഹാരമായിട്ടാണ്. ഇതൊരു കേക്ക് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതും ഓവനൊന്നും ഇല്ലാതെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നമുക്ക് ഏത് നേരത്തും നമുക്ക് പെട്ടെന്നൊരു വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു ബൗളിനകത്തോട്ട് മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ മത്തങ്ങയാണോ വെച്ചിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ ഇത് മത്തങ്ങ വെച്ചിട്ടാണ് ചെയ്തതെന്ന് അറിയത്ത് പോലുമില്ല. മാത്രമല്ല എക്സ്ട്രാ ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ, ഈ അളവിലുള്ള മത്തങ്ങ കഴുകി വൃത്തിയാക്കി അതിലത്തെ ആ കുരുകളൊക്കെ കളഞ്ഞിട്ട് ഞാനൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതവിടെ ആവിയിൽ വേവിച്ച് ഒന്ന് ആയിട്ട് വരട്ടെ. ആ സമയം നമുക്കൊരു മിക്സ്ചർ തയ്യാറാക്കണം. അതിനായിട്ടൊരു ബൗളെടുക്കുക. ഇതിനകത്തോട്ട് 2 മുട്ടയുടെ മഞ്ഞ വെള്ളി ഒരുപോലെ തന്നെ വേണം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യാം. നമ്മളിതിനകത്ത് ഹാൻഡ് ബീറ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതാ ഞാൻ ഈ ഒരു രീതിയിൽ മുട്ട ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു രീതിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് 1.5 മിനിറ്റ് സമയം എടുത്തിട്ട് ഇനി നമുക്കിതിനകത്തോട്ട് 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് ഒന്നും കൂടെ നമ്മൾ മുട്ട ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പഞ്ചസാരയുടെ അളവ് 1/2 കപ്പ് മതിയാവും. കാരണം നമ്മൾ എടുക്കുന്നത് മത്തങ്ങയാണ്. മത്തങ്ങയ്ക്ക് അത്യാവശ്യം മധുരമൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അത് കണക്കിലെടുത്തിട്ട് വേണം ഇവിടെ മധുരം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇനി നന്നായിട്ട് ഈ പഞ്ചസാര അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിനകത്തോട്ട് ഒരു 1/3 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. വെളിച്ചെണ്ണയോ അങ്ങനത്തെ ഒന്നും എടുത്തേക്കരുത്. ഒന്നില്ലെങ്കിൽ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. എന്നിട്ട് അതും കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മിക്സൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ അല്പം വാനില എസൻസ്, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വാനില എസൻസ് ഇല്ല അല്ലെങ്കിൽ അങ്ങനത്തെ എസൻസുകളൊന്നും വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് പകരം ഇച്ചിരി ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തെന്നാലും നല്ലൊരു നാടൻ ഫ്ലേവർ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം ഇനി പൊടികൾ ചേർക്കാം. ചേർക്കുന്ന പൊടികൾ ഇതുപോലെ ഒരു അരിപ്പയിൽ അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ടൊരു അരിപ്പ നമ്മുടെ മിക്സിംഗ് ബൗളിന് മേലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇച്ചിരി ഉപ്പ്, ഒരു 2 നുള്ളു ഉപ്പ്, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പിന്നെ നമുക്ക് ചേർക്കുന്നത് ഇതേപോലത്തെ കറുവാപ്പട്ട ഒന്ന് വറുത്ത് പൊടിച്ചിട്ടുള്ളതിൽ ഒരു 1/4 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുവാപ്പട്ട ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക മണവും ഒരു രുചിയൊക്കെയാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി നമുക്ക് ഇതിലത്തെ ഇങ്ങനെ അരിച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി കട്ടകളൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ ഒരു സ്പൂൺ വെച്ച് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വളരെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫോൾഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് തോന്നിയത് ഭയങ്കര തിക്കായിട്ടാണല്ലോ ഇരിക്കുന്നത്, ഭയങ്കര ഒട്ടും ലിക്വിഡൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ആ ഒരു ബാറ്ററിലോട്ട് വന്നിട്ടില്ല എന്ന് തോന്നും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, ഞാൻ പറയാം. ഇനി നമ്മുടെ ആവിയിലൊക്കെ വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മത്തങ്ങയൊക്കെ ചൂടൊക്കെ ആറിയതിന് ശേഷം മിക്സിയിൽ ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ അരഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അത് നമുക്കിവിടെ അരഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിതൊരു പ്യൂരി എന്നാണ് പറയുക, അതായത് മത്തങ്ങയുടെ പ്യൂരി, അതാണ്, അല്ലെങ്കിൽ പംകിൻ പ്യൂരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടിച്ചെടുത്തിട്ടുള്ള ആ പ്യൂരി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഒരു കേക്കിൻ്റെ ബാറ്ററിനകത്തോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാനിതിനകത്ത് ആദ്യമേ തന്നെ ഈ ഒരു പ്യൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഈ കേക്കിൻ്റെ ബാറ്ററിൽ ഇത് ഒഴിക്കുന്നത്. അല്ലാതെ ഇപ്പം ഈ കാണിച്ച മെത്തേഡിലല്ല, ഓർഡറിലല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. ആദ്യമേ തന്നെ പ്യൂരി റെഡിയാക്കി വെച്ചിട്ടാണ് കേക്കിൻ്റെ ബാറ്റർ ഞാൻ പിന്നീട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു മത്തങ്ങയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന് കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലോട്ട് നമുക്ക് കിട്ടും, നല്ല ഒരു രീതിയിൽ. ഇനി നിങ്ങൾക്ക് നമ്മൾ ചേർക്കുന്ന സമയത്ത് ഭയങ്കര ടൈറ്റായിട്ട് ഫീൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാലോ അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഈ മത്തങ്ങ നമ്മുടെ പ്യൂരി എന്ന് പറയുന്നത് ഇച്ചിരി വെള്ളം പോലത്തെ ഒരു കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഒരു മാവ് കിട്ടും. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ഒരു പാത്രം എടുക്കുക, അതിനകത്തോട്ട് വെക്കുക. ഞാനിന്നിപ്പോൾ ഇവിടെ സിലിക്കണ്ട് ഇതുപോലത്തെ പാത്രങ്ങളാണ് ഇപ്പോൾ വളരെ അവൈലബിൾ ആയിട്ട് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ
കളറൊക്കെ കിട്ടുന്നുണ്ട്. വളരെ ഈസിയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിത് എന്താ പറയുക, ആവിയിൽ വേവിക്കാം, ഓവനിൽ വെക്കാം, അതുപോലെ നമുക്ക് എന്താ പറയുക, കാണാൻ നല്ല ഭംഗിയുള്ള പുഡിംഗ് ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വളരെ കളർഫുള്ളായിട്ടുള്ള സിലിക്കൻ്റെ മോൾസ് മേടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ ഒരു 1/4 ഭാഗത്തോളം നമുക്ക് എല്ലാത്തിലും ഒന്ന് നിറച്ചെടുക്കാം. ഇനി ഞാൻ അതുപോലെ തന്നെ എല്ലാത്തിലും ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ. നമ്മൾ ഇതിനകത്ത് മോൾസിൽ ഈ ഒരു മാവ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്തുന്ന ഇതിനകത്ത് ലെയർ ബബിൾസ് പോവുകയും ചെയ്യും, അതോടൊപ്പം ഒന്ന് ലെവലായി കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് ഒരു നട്ട്സ്, ഏകദേശം പിസ്ത ഒന്ന് ചെറുതായിട്ട് പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ഇനി നമുക്കിതൊന്ന് ഓവനിലെ ഒരു എഫക്റ്റിൽ നമ്മൾ ഓവൻ ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് മൂടി വെച്ച് അതിൻ്റെ ആ ഒരു മൂടിക ഞാൻ നന്നായിട്ട് ഒരു പേപ്പർ വെച്ച് തിരികെയൊക്കെ ഒരു ഓവൻ്റെ സെറ്റപ്പിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതൊരു ലോ ഫ്ലെയിമിൽ ഞാൻ 5 മിനിറ്റാണ് ഇതൊന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വെള്ളം തെളിച്ചത് കണ്ടില്ലേ, പാത്രമൊക്കെ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തോന്നും ഇഡ്ഡലി തട്ട് ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് ഇഡ്ഡലി തട്ട് കരിഞ്ഞു പോകും, അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കണമെന്നില്ല. ചെറുതായിട്ടൊരു വയറാക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ ഇഡ്ഡലി തട്ട് വെച്ചാലും മതി. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഇതേപോലെ നമ്മുടെ ഈ ഒരു മോൾസ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ റെസിപ്പി തന്നെ, ഇതേ കാര്യം തന്നെ, മാവ് തന്നെ നമുക്ക് ഇഡ്ഡലി തട്ടിലും കോരി ഒഴിച്ചുണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. ആ ഒരു ഷേപ്പിൽ കിട്ടുമെന്ന് മാത്രം. ഇനി ഇത് മൂടി വെക്കുക. ഇതിൻ്റെ മൂടിക ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഓട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇതുപോലെ ഒരു പേപ്പർ ഒന്ന് തിരുകി കൊടുക്കണം, എങ്കിലാണ് നമുക്ക് ഒരു ഓവൻ്റെ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഇതിവിടെ ലോ ഫ്ലെയിമിലും ആദ്യത്തെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും പിന്നീടുള്ള ബാക്കിയുള്ള ഒരു 15 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് മൊത്തം 20 മിനിറ്റ് സമയം എടുത്തിട്ടാണ്. അതായത് നമ്മുടെ ഇവിടെ കേക്കൊക്കെ നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് നമുക്കൊന്ന് കുത്തി നോക്കാമെന്നുള്ളതാണ്, അത് വെന്തോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് ഒന്ന് കുത്തിയെടുക്കുക. വളരെ നീറ്റായിട്ടും ഒട്ടിപ്പിടിക്കാതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇതിൻ്റെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റാം. അങ്ങനെ ചൂടക്കാറി വന്നിട്ടുണ്ട്. മോൾഡ് ആയതുകൊണ്ട്, സിലിക്കൻ മോൾഡ് ആയതുകൊണ്ട് വളരെ ഈസിയാണ്, ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അതാ ടപ്പയെന്ന് പറഞ്ഞിട്ട് അത് ആ മോൾഡിൽ നിന്ന് ഡിമോൾഡായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സ്പോഞ്ചിയാണ്. അതാ നോക്കിക്കേ, കണ്ടോ, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി ഓയിലിന് പകരം ബട്ടറും കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ ആ ഒരു കാര്യം വിട്ടുപോയി. അതിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് ബട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പാത്രങ്ങളിൽ നിന്ന് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മത്തങ്ങ കൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. മാത്രമല്ല ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് എന്ത് വെച്ചിട്ട് ഉണ്ടാക്കിയെന്നാണ് നിങ്ങളോട് ചോദിക്കുക പകരം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് കാണിക്കാം. വളരെ ഭംഗിയിൽ നല്ല ഓവന് ഇല്ലാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓവനിൽ വെച്ച് പെർഫെക്ഷനിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. എല്ലാവരും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക, ട്രൈ ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നുള്ള അഭിപ്രായം അറിയിക്കുക. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.